ബാർസിലോണ, റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി, ആർസണൽ, ലിവർപൂൾ, PSG ഇങ്ങനത്തെ ടീമുകളൊക്കെ ട്രോഫികൾ ഉയർത്തുന്നു. അതും കണ്ട് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് വായും പൊളിച്ചിരിക്കുന്നു. നമ്മുടെ ക്ലബ്ബ് ഒത്തിരി ഒത്തിരി ട്രോഫികൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി സക്സസ് ഹിസ്റ്ററിയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലബ്ബാണ്. അപ്പം അങ്ങനത്തെ ആ ഒരു ക്ലബിനെ മാക്സിമം എന്തുമാത്രം താഴോട്ട് ചെന്നെത്തിക്കാവോ അത്രയും താഴോട്ട് ചെന്നെത്തിക്കാനാണ് നമ്മുടെ പ്ലേയേഴ്സും ഓണേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടീമിൻ്റെ പെർഫോമൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത്, നമ്മുടെ ടീം മാച്ച് തുടങ്ങിയ ആ ഒരു ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് മാരക പെർഫോമൻസാണ്. അപ്പം ആ സമയത്ത് നമ്മൾ ചാൻസസ് ഇഷ്ടം പോലെ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഈ കൈ കിട്ടുന്ന ചാൻസസ് ഒന്നും നമ്മൾ സ്കോർ ചെയ്യത്തില്ല. അപ്പം 100-200 മില്യന് മേളിൽ കാശ് കൊടുത്ത് നമ്മൾ ഗോളുകൾ സ്കോർ ചെയ്യാൻ ആൾക്കാരെ മേടിച്ചു കൂട്ടി. പക്ഷേ നമ്മുടെ അവസ്ഥയിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ എതിർവശത്തുള്ള ടീം അവർക്ക് കിട്ടുന്ന ചെറിയ ചാൻസസ് നമുക്കെതിരെ സ്കോർ ചെയ്യും. അത് തന്നെയാണ് ഇന്ന് ബ്രൈറ്റനും ചെയ്തത്. ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ ഓർക്കണം, യുണൈറ്റഡിൻ്റെ XG എന്ന് പറയുന്നത് 1.31, അവർക്ക് 0.81. പക്ഷെ അവർക്ക് കിട്ടുന്ന ചാൻസ് അവർ സ്കോർ ചെയ്യും. അവർക്ക് കിട്ടുന്ന ചാൻസ് അവർ സ്കോർ ചെയ്തിട്ട് ലോ ബ്ലോക്കിലിരിക്കും. ലോ ബ്ലോക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്ത് പോയി ഗോൾ അടിക്കുമോ? അതിനുള്ള സ്കില്ല് നമുക്കില്ല. ഇപ്പം ഡാരൻ ഫ്ലെച്ചറിൻ്റെ ടീം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഡാരൻ ഫ്ലെച്ചറിൻ്റെ ടീമിലെ ആ ഒരു ഫോർവേഡ് പ്ലേയേഴ്സിനെ മാക്സിമം ഫീഡ് ചെയ്യാനുള്ള ശ്രമം ബാക്കിൽ നിന്നൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ റൺസിനെ കൂടുതൽ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം സെസ്കോയ്ക്കും ഇപ്പം കുണിയയ്ക്കും അപ്പം അങ്ങനത്തെ പ്ലേയേഴ്സിന്, മൗണ്ടിനോ, അപ്പം അവരുടെയൊക്കെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ബാക്കിൽ നിന്നുള്ള പ്ലേയേഴ്സ് ശ്രമിക്കും. ഇപ്പം ലിസാൻഡ്രോ മാർട്ടിനസോ, ഡോർഗുവോ, അല്ലെങ്കിൽ ലിച്ചായോ, അപ്പം അങ്ങനത്തെ അല്ലെങ്കിൽ ബ്രൂണോ, അങ്ങനത്തെ ആൾക്കാർ ആ ഒരു റൺസിനെ ഫൈൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പം അങ്ങനത്തെ റൺസ് നടത്തണമെങ്കിൽ ഓപ്പോസിഷൻ്റെ ഡിഫൻസിൻ്റെ ബാക്കിൽ സ്പേസ് വേണം. അപ്പം അവർ ഗോൾ സ്കോർ ചെയ്ത് അവർ കോമ്പാക്റ്റായി അവർ ലോ ബ്ലോക്ക് കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് സ്പേസ് ഇല്ല ആ ഒരു റൺസ് നടത്താൻ വേണ്ടി. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സെറ്റ് പീസ് വഴി എങ്ങനെയും ഗോളുകൾ സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ 84-85 മിനിറ്റിൽ ആ ഒരു ഗോൾ സെറ്റ് പീസ് വഴി സെസ്കോ ഗോൾ സ്കോർ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 10-20 മിനിറ്റ്, പിന്നെ ലാസ്റ്റത്തെ ഒരു 10-15 മിനിറ്റ്, ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. 84-85 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ കളി അവസാനിക്കാറാകുമ്പോഴാണ് വീണ്ടും ആ ഒരു അഗ്രഷനൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ആ സമയം അതുപോലെ തന്നെയാണ് 84-85 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇന്നും നമ്മൾ ഗോൾ സ്കോർ ചെയ്തത്. അപ്പം നമ്മൾ ആർസണലിനെ കളിയാക്കുമായിരുന്നു സെറ്റ് പീസ് FC എന്നൊക്കെ പറഞ്ഞാണ്. നമ്മളും ഇപ്പം അത് തന്നെയാണ്. ഈ സീസണിൽ 10 ഗോളിന് മേളിൽ നമ്മൾ സെറ്റ് പീസ് വഴി ഗോൾ സ്കോർ ചെയ്തു. പക്ഷേ അത് മോശം കാര്യമല്ല. പക്ഷെ ഇത് മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു ബുദ്ധിമുട്ട്. കഴിഞ്ഞ ഒരു 3-4 മത്സരമായിട്ട് നമ്മുടെ റെക്കോർഡ് നോക്കി, ഇതുവരെയായിട്ടും ഒരു ജയം പോലും ഇല്ല. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ ഒറ്റ ജയം പോലും നമുക്കില്ല. നമ്മുടെ സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യം, യുണൈറ്റഡിൻ്റെ സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേനും ഡിയേഗോ ഡലോയൊക്കെ പോണക്കത്തെ കളിക്കാരിവിടെ കളിക്കുമ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ തുടർച്ചയായിട്ട് കളിക്കുന്നത് കാണുമ്പോൾ അറിയാം യുണൈറ്റഡിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ഒരു അവസ്ഥ. അപ്പം ആകെപ്പാടെ ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു മനുഷ്യരുണ്ട്. ആ മനുഷ്യൻ യുണൈറ്റഡിനെ സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം സണ്ണൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മാച്ചൊക്കെ കഴിഞ്ഞ് ആ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് മിക്കവാറും ഈ സീസണിൻ്റെ അവസാനത്തോടെ യുണൈറ്റഡിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പുള്ളിയുടെ ആ ഒരു പേഷ്യൻസ് നശിച്ചു, പുള്ളിയുടെ ആ ഒരു ക്ഷമ എന്ന് പറയുന്ന സാധനം നശിച്ചു. ഇന്ന് സക്സസ് ആകും, നാളെ സക്സസ് ആകും, അല്ലെങ്കിൽ നാളെ നേരെയാകും ടീം. ഇത് ഓരോ സീസൺ അല്ലെങ്കിൽ ഓരോ മാച്ച് കഴിയുമ്പോഴും എന്തുമാത്രം മോശമാകാവോ അത്രയും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാനേജറിനെ സാക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ടീമുകളൊക്കെ ശ്രദ്ധിച്ച് അവർക്കൊരു വ്യക്തമായിട്ട് പ്ലാനുണ്ട്. നമുക്ക് യാതൊരു പ്ലാനും ഇല്ല. നമുക്ക് തൊട്ട് മുന്നേ ആണല്ലോ ചെൽസി സാക്ക് ചെയ്തത്. ചെൽസിക്ക് വ്യക്തമായ പ്ലാനുണ്ട്. അവർക്ക് വേണ്ട മാനേജറിനെ അവർ കൊണ്ടുവന്ന് കഴിഞ്ഞ് പെർമനൻ്റ് മാനേജറിനെ, നമുക്കിവിടെ ഒരു ഇൻട്രിമിനെ പോലും കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല. ഇന്നത്തെ മാച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാനറൊക്കെ പയ്യെ പൊങ്ങുന്നുണ്ട്. ജിം, യു കാണ്ട് ഫിക്സ് ദിസ്.
നിന്നെ കൊണ്ട് ഇത് നടക്കത്തില്ല, ജിം റാഡ്ക്ലിഫിനും ഇനിയോസിനൊന്നും നടക്കത്തില്ലെന്ന് പയ്യെ ആരാധകർക്ക് മനസ്സിലായി തുടങ്ങി. ഇപ്പം ഗ്ലേസേഴ്സിൻ്റെ ഒരു കയ്യിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഇനിയോസ് ഫുട്ബോളിങ് പരിപാടികളൊക്കെ ഏറ്റെടുത്തപ്പോൾ നമ്മളൊക്കെ ഒന്ന് ആശ്വസിച്ചതാണ്, നമുക്കൊരു സക്സസ് ഉണ്ടാകും. പക്ഷേ ഇത് ഗ്ലേസേഴ്സിന് അനിയന്മാർ, യാതൊരു പ്ലാനും ഇല്ല. ഇത് എന്നാ പറയുന്നത്, ഗ്ലേസേഴ്സിനേക്കാൾ മോശമായിട്ടുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് ഇനിയോസിനെ എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ സീസണിലൊക്കെ ബ്രൂണോ ഫെർണാണ്ടസിനെ നല്ല രീതിയിൽ ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് നല്ല രീതിയിൽ വിഷമം ഇപ്പം തോന്നുന്നുണ്ട്. ആ ഒരു മനുഷ്യനെ നമ്പർ 10 ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ഡിഫൻസിൽ വന്ന് കളിക്കുന്നുണ്ട്, ഡിഫൻഡറായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കണം, പുള്ളിയുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, അവരുടെ ഫോർവേഡ് പ്ലെയേഴ്സിനെ ചേസ് ചെയ്യേണ്ടത് നമ്മുടെ ഡിഫൻഡേഴ്സാണ്. ഈ മനുഷ്യൻ ചേസ് ചെയ്ത് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും പുള്ളി ചേസ് ചെയ്ത് തന്നെ ഒറ്റയ്ക്ക് പോയി ചേസ് ചെയ്ത് ബോൾ വിൻ ചെയ്യുന്നതൊക്കെ കണ്ടു. അപ്പം അത്രയും കമ്മിറ്റ്മെൻറ്റാണ് അറ്റാക്കിൽ, ഡിഫൻസിൽ. അപ്പം ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ യുണൈറ്റഡിൻ്റെ ഈ ഒരു ടീം ഒരിക്കലും ഡിസർവ് ചെയ്യുന്നില്ല. അപ്പം പുള്ളി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെന്നാണ് എനിക്ക്. പുള്ളിയുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റും പുള്ളിയുടെ ടാലൻറ്റും ഒക്കെ കാണുമ്പോഴത്തേനും, അല്ലെങ്കിൽ നമ്മുടെ ടീമിൻ്റെ അവസ്ഥയും എല്ലാം കൂടെ കൂട്ടി യോജിക്കുമ്പോഴത്തേനും, ബ്രൂണോ ഫെർണാണ്ടസ് ഇവിടുന്ന് പോയിട്ട് അവൻ രക്ഷപ്പെടട്ടെ. അപ്പം നമ്മുടെ ഓണേഴ്സിനെതിരെ ബൂസാണ് ഫുള്ളിപ്പം. ഓണേഴ്സിനും കോച്ചസിനും ഒക്കെ എതിരെ കൂക്കൽ വിളികളാണ് ഓരോ മാച്ച് കഴിയുമ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണേലും ഒലെ ഗുണർ സോൾഷ്യാറിനെ ഇവർ കൊണ്ടുവരും. അപ്പം ഒലെ ഗുണർ സോൾഷ്യാറിനെ കാണുമ്പോഴത്തേനും നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു ചിരി വരും. അപ്പം അങ്ങനെ നമ്മളെ പറ്റിച്ച് ഇവർ മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. പക്ഷേ UK അവരുടെ എന്നാ പറയുന്നത് 1958 അല്ലേ, അവരുടെ ആ ഒരു അവർ പിന്നെയും പ്രൊട്ടസ്റ്റിനൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്തായി തീരുമെന്ന് അറിയത്തില്ല, കുറേ പ്രൊട്ടസ്റ്റ് കണ്ടതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചെന്നം പിന്നം കമൻസായിട്ട് ഇടുക.